വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്നുള്ള ചാപ്റ്ററിൽ കാണുന്ന എസ്ക്രോ അക്കൗണ്ട് എന്താണ്. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് അത് ചോദിക്കാറുണ്ട്. അപ്പോൾ എസ്ക്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൂന്നാമതൊരാളുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവിടെ ക്യാഷ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു ഗ്യാരണ്ടി എൻട്രി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? മൂന്നാമതൊരാളുടെ പേരിലായിരിക്കും അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ദെൻ ട്രാൻസാക്ഷൻ നടത്തും. നോക്കാം നമുക്ക് എന്താണ്. ദി വേർഡ് എസ്ക്രോ മീൻസ് കോൺട്രാക്ട് ഓർ ബോണ്ട് ഡെപ്പോസിറ്റഡ് വിത്ത് എ തേർഡ് പേഴ്സൺ. ബോണ്ട് അല്ലെങ്കിൽ കോൺട്രാക്ട് മൂന്നാമതൊരാളുടെ കയ്യിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ബൈ ഹും ഇറ്റ് ഈസ് ടു ബി ഡെലിവേർഡ് ടു ഗ്യാരണ്ടി. അപ്പോൾ ആ ഗ്യാരണ്ടി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ദി പേഴ്സൺ to whom guarantee is given on fulfillment of some conditions. അപ്പോൾ ഗ്യാരണ്ടിയിൽ ഏർപ്പെട്ട ആളുടെ പേയ്മെന്റ് നടത്താൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു തേർഡ് പേഴ്സണെ അപ്രോച്ച് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു പെർഫോം ഒബ്ലിഗേഷൻസ് അണ്ടർ ദിസ് സ്കീം ഓഫ് ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ്. അപ്പോൾ സെക്യൂരിറ്റീസ് ബൈബാക്ക് നടത്തുമ്പോൾ അവിടെ ആ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയാണ് എ കമ്പനി ഈസ് റിക്വയർഡ് ടു ഓപ്പൺ an escrow account which may consist of. അപ്പോൾ ഈ ബൈബാക്ക് ഓഫ് ഷെയർസിന് വേണ്ടി കമ്പനി ഒരു എസ്ക്രോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അതിൽ എന്തൊക്കെയാണ് പറയുന്നത്? വിച്ച് മേ കൺസിസ്റ്റ് ഓഫ്. എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് നോക്കാം. ക്യാഷ് ഡെപ്പോസിറ്റഡ് വിത്ത് എ കൊമേഴ്സ്യൽ ബാങ്ക് ഓർ ബാങ്ക് ഗ്യാരണ്ടി ഇൻ ഫേവർ ഓഫ് മെർച്ചന്റ് ബാങ്കർ ഓർ ഡെപ്പോസിറ്റബിൾ അക്സെപ്റ്റഡ് സെക്യൂരിറ്റീസ് ഓർ എ കോമ്പിനേഷൻ ഓഫ് ഓൾ ഓഫ് ദീസ്. അപ്പോൾ തേർഡ് പേഴ്സന്റെ അല്ലെങ്കിൽ എസ്ക്രോ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരാം? ക്യാഷ് ഡെപ്പോസിറ്റഡ് വിത്ത് കൊമേഴ്സ്യൽ ബാങ്ക് ആവാം, അല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടി ഇൻ ഫേവർ ഓഫ് എ മെർച്ചന്റ് ബാങ്കർ ആവാം, അതല്ല എങ്കിൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്റബിൾ അക്സെപ്റ്റഡ് സെക്യൂരിറ്റീസ് ആവാം, അതല്ലെങ്കിൽ ഇതിന്റെ കോമ്പിനേഷൻ ആവാം.